ആത്മാർത്ഥത ആവശ്യമാണ്. ആത്മാർത്ഥതയില്ല എങ്കിൽ അതിൽ ഒന്നും തന്നെ നേടാൻ കഴിയില്ല. ഇഖ്ലാസില്ലാതെ ഒരു പ്രവർത്തനവും നമ്മൾ ഇഖ്ലാസില്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായ ഇബാദത്ത് അത് വളരെ കുറച്ചാണെങ്കിൽ പോലും അത് റബ്ബുമായി അള്ളാഹുവുമായി അള്ളാഹുവിന് വേണ്ടിയാണ് എന്നൊരു ആ ബോധം നമുക്ക് എല്ലാവർക്കും ഏത് സമയത്തും ആവശ്യമാണ്. ഇത് ആവർത്തിച്ച് പറയാനുള്ള കാരണം, ഇന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാൽ ഇബാദത്തിന്റെ കാര്യമായാലും മറ്റുള്ള കാര്യം എല്ലാം മറ്റുള്ളവർ കാണണമെന്നുള്ള, മറ്റുള്ളവർ കാണണം, ഞാൻ വലിയ ആളാണെന്ന് മറ്റുള്ള ആളുകൾ അറിയണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനുകളെ, അങ്ങനത്തെ ഒരു സാധ്യത നമുക്ക് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു വിചാരം നമുക്ക് വേണ്ട. ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫ് കഴിയുന്നതോടുകൂടെ മനസ്സും ശരീരവും പടച്ച തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടെ നമ്മുടെ മനസ്സ് ശുദ്ധിയായിരിക്കണം, നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഹറാമ് ഹലാലിന്റെ വിഷയങ്ങളാണ്. അതും കുറച്ച് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതായ പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ നമുക്ക് തന്നെ ഒരുപാട് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മെഷീൻ ഒരാൾ നിർമ്മിക്കുമ്പോൾ ആ മെഷീൻ ഏത് രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് നന്മയുണ്ട് എന്നും ഏത് രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ മോശപ്പെട്ട വശങ്ങളുണ്ട് എന്നുമൊക്കെ മെഷീൻ നിർമ്മിക്കുന്ന ആൾ അതിന്റെ കൂടെ വെക്കുന്ന കടലാസകത്തുണ്ടാവും. അതിന്റെ യൂസർ ഗൈഡ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ കാറ്റലോഗ് എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഇന്ന രീതിയിൽ ഉപയോഗിച്ചാൽ അതിൽ നന്മയുണ്ട്. ഉദാഹരണമായി ഒരു മൊബൈൽ ഫോണ് അത് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന കടലാസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് കാണാം, ഇത് വെള്ളം തട്ടാൻ പാടില്ല, വെള്ളത്തിൽ വീണാൽ അത് കംപ്ലൈന്റ് ആകും, നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം. നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ അതിന്റെ ഉപയോഗ വശങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ നാം ആകുന്ന മോട്ടറിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ, നമ്മളെ ഒരു മെഷീനായി സങ്കല്പിക്കുക. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ നമുക്കും അതുപോലെയുള്ളതായ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. നമുക്കും ഹറാമ് ഹലാല് തുടങ്ങുന്ന രണ്ട് വഴികൾ, അത് സമ്പാദിക്കാനും ചെലവഴിക്കാനും രണ്ട് വഴികൾ പടച്ച തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹറാം മുഹ്ലിമായ രണ്ട് മാർഗങ്ങൾ സമ്പാദിക്കാനും ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ തയ്യാറാവേണ്ടത്, നമ്മൾ സ്വീകരിക്കേണ്ടത് ഹലാലായ മാർഗമാണ്. ഹലാലായ മാർഗം നമ്മൾ സ്വീകരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അത് നല്ല വശമായി മാറുകയുള്ളൂ. കാരണം മഹാന്മാരുടെയൊക്കെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ വളരെയധികം ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രശസ്തരായ ഒരു ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നുന്ന ചരിത്രമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റേത്. എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തന്റെ വീട്ടിൽ നിന്ന് സൽക്കരിക്കണമെന്ന ആവേശത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഒരു പാവപ്പെട്ട മുക്കുവൻ, ഒരു മീൻപിടുത്തക്കാരനായ ഒരു മനുഷ്യൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ എന്റെ വീട്ടിൽ നിന്ന് സൽക്കരിക്കണം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് എന്റെ വീട്ടിൽ വന്നുകൊണ്ടൊരു സദ്യ കൊടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടെ ഒരു പാവപ്പെട്ട മുക്കുവൻ, ഒരു മീൻപിടുത്തക്കാരൻ ആ മനുഷ്യൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ മീൻ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെലവിന് മതിയാവുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ദാനമായി അല്പം പൈസ കൊടുക്കുന്നത്. അല്പം സ്വതക്ക കൊടുക്കുകയാണ് ആ മനുഷ്യന് വേണ്ടി. അങ്ങനെ സ്വതക്ക കൊടുക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായി
എന്തായാലും എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, ഈ പൈസ കൊണ്ട് ജനങ്ങൾ വാങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് സൽക്കരിച്ചേക്കാമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണമൊക്കെ ഒരുക്കി. മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണപാത്രത്തിലേക്ക് മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ കൈയങ്ങ് നീട്ടുമ്പോൾ ഷോക്കടിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൈ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പിൻവലിക്കുകയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. വീണ്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഭക്ഷണത്തിന്റെ തലികയിലേക്ക് തന്റെ വലതു കൈയങ്ങ് നീട്ടുമ്പോൾ ഭക്ഷണത്തിൽ കൈവെക്കുന്ന താമസവും കൈ പിന്നാക്കം വലിക്കുകയാണ്. തുടർച്ചയായി 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ പാവപ്പെട്ട മുക്കുവനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോനെ, നീ ഉണ്ടാക്കിയ ഭക്ഷണം ഏത് സമ്പത്ത് കൊണ്ടാണ്? നീ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണോ അതല്ല മറ്റു വല്ല സമ്പത്ത് കൊണ്ടുമാണോ? ആ മുക്കുവനായിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ പറയുന്നു, ഇമാം മാലിക് തങ്ങളെ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് ഹദിയയായി, എനിക്ക് ദാനമായി ഒരു പണക്കാരനായ മനുഷ്യൻ തന്നതാണ്. അല്ലാതെ ഞാൻ മീൻ വിറ്റ് കിട്ടുന്നതായ പൈസ കൊണ്ട് നിങ്ങളെ സൽക്കരിക്കാനുള്ള വകയില്ലാതെ വന്നപ്പോൾ എന്നെ സഹായിക്കാനായി എനിക്ക് ദാനധർമ്മം കൊണ്ടുവന്നതായ, എനിക്ക് ദാനധർമ്മമായി പൈസ തന്നതായ ഒരു മനുഷ്യനാണ്, ഒരു പണക്കാരൻ തന്ന പണം കൊണ്ടാണ്, പൈസ കൊണ്ടാണ് ഞാൻ നിങ്ങൾ സൽക്കരിച്ചത് തങ്ങളെ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പാവപ്പെട്ട ആ മുക്കുവൻ പറഞ്ഞപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ, നീ അന്വേഷിക്കണം, നീ അന്വേഷിച്ച് പറഞ്ഞു തരണം, നിനക്ക് പൈസ തന്ന വ്യക്തിയുടെ, നിനക്ക് പൈസ തന്നതായ ആ മനുഷ്യന്റെ, നിനക്ക് കാശ് തന്നതായ ആ മനുഷ്യന്റെ ജോലി എന്താണെന്ന് അന്വേഷിച്ചറിയണം. അദ്ദേഹം ഏത് മാർഗത്തിലൂടെ സമ്പാദിച്ചെന്ന് മനസ്സിലാക്കണമെന്ന് മഹാനായിരിക്കുന്ന മാലിക് റളിയല്ലാഹു അൻഹു ആ മുക്കുവനോട് പറയുമ്പോൾ മുക്കുവനായ മനുഷ്യൻ പറയുകയാണ്, മാലിക് തങ്ങളെ, ആ മനുഷ്യൻ സമ്പാദിച്ചിരിക്കുന്നത് അയാളൊരു കള്ളക്കടത്താണ്, കള്ളക്കടത്തുകാരനായിരിക്കുന്ന മനുഷ്യനാണ് പാവപ്പെട്ട മുക്കുവന് ദാനം കൊടുത്തത്. മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. പാവപ്പെട്ട മുക്കുവൻ തന്റെ മക്കളോട് പറയുന്നു, മക്കളെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഭക്ഷിക്കാത്ത ഭക്ഷണം നമുക്കും വേണ്ട, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഭക്ഷിക്കാത്ത ഭക്ഷണം നമുക്കും വേണ്ട. ആ മുക്കുവൻ എന്തു ചെയ്തെന്നറിയുമോ? അവിടെ വെച്ചിരുന്നതായ മുഴുവൻ ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ട് തന്റെ അപ്പുറത്ത് കുറച്ചകലെയുള്ളതായ കടലിലേക്ക്, സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഭക്ഷണം കൊണ്ടുപോയി സമുദ്രത്തിലേക്ക് വലിച്ചെറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം അതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മനുഷ്യരോട് ചോദിക്കുന്നു, മോനെ, ഇന്നലെ ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ വന്നല്ലോ, നീ എന്തു ചെയ്തു? ആ ഭക്ഷണം നീ നിന്റെ മക്കളും കഴിച്ചുവോ എന്ന് ചോദിച്ച സമയത്ത് ആ മുക്കുവനായിരിക്കുന്ന മനുഷ്യൻ പറയുന്നു, മാലിക് തങ്ങളെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്റെ മക്കളും ഭക്ഷിച്ചിട്ടില്ല, നിങ്ങൾ കഴിക്കാത്ത ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടതായ മുക്കുവൻ പറയുകയാണ്. ഈ സമയത്ത് മാലിക് തങ്ങൾ ചോദിക്കുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോനെ, നീ ആ ഭക്ഷണം എന്താ ചെയ്തത്? പാവപ്പെട്ട മുക്കുവൻ പറയുകയാണ്, ഞാനത് തൊട്ടപ്പുറത്തുള്ളതായ കടലിൽ കൊണ്ടുപോയി അതങ്ങ് കളഞ്ഞു, കടലിലേക്ക് ഞാൻ അതിന് കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് സത്യം ചെയ്യുകയാണ്, അല്ലാഹുവേ, ഇനി ഞാൻ എന്റെ മരണം വരെ കടലിൽ നിന്ന് ഒരു മത്സ്യം പോലും ഞാൻ ഭക്ഷിക്കുകയില്ല. ഞാൻ എന്റെ
എന്റെ മരണം വരെ ഞാനൊരു മത്സ്യവും ഭക്ഷിക്കുകയില്ല. കാരണം അന്വേഷിച്ചപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ നീ കൊണ്ടുപോയി നിക്ഷേപിച്ചതായ ഭക്ഷണമുണ്ടല്ലോ, ഹറാമായ രീതിയിൽ സമ്പാദിച്ചതായ പണം കൊണ്ടുണ്ടാക്കിയതായ ഭക്ഷണം, ആ ഭക്ഷണമല്ലേ നീ കടലിൽ കൊണ്ടുപോയി കളഞ്ഞത്? ആ ഭക്ഷണം ഏതൊക്കെ മീനുകളാണ്, ഏതൊക്കെ മത്സ്യങ്ങളാണ് ഭക്ഷിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. ആ മത്സ്യത്തിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇനി എന്റെ മരണം വരെ ഞാൻ കടലിൽ നിന്നുള്ളതായ മീനുകളെ ഉപയോഗിക്കില്ല, എനിക്ക് മീനുകളെ വേണ്ട എന്ന് മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പിന്നീട് മരണം വരെ അവിടുന്ന് മത്സ്യം ഭക്ഷിച്ചിട്ടില്ലെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ പ്രിയമുള്ള മുഅ്മിനുകളെ, ഇത്രത്തോളമൊന്നും സൂക്ഷിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഹറാം വരുന്നത് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്? നമ്മളൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാകാം, ഒരുപാട് നിസ്കരിക്കുന്നുണ്ടാകാം, നോമ്പ് നോക്കുന്നുണ്ടാകാം, ഖിയാമുൽ ലൈൽ, തറാവീഹ് നമസ്കാരമൊക്കെ ധാരാളം ഖുർആനൊക്കെ ഓതിയിട്ട് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവരാകാം. പക്ഷേ നമ്മുടെ ജീവിതം എടുത്തു പരിശോധിക്കുമ്പോൾ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നതായ രക്തമുണ്ടല്ലോ, ആ രക്തമുണ്ടാവാൻ കാരണമായ ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണം കാരണമായത് നമ്മളൊരു പക്ഷേ പലിശയിൽ നിന്നുണ്ടാക്കിയ പണം കൊണ്ടായിരിക്കാം, തട്ടിപ്പറിച്ച പണം കൊണ്ടായിരിക്കാം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ, ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഹറാമ് വന്നു ചേരുമോ എന്ന് ഭയക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഹലാലല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് നമ്മൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിലൂടെ ഹറാമ് സഞ്ചരിച്ചാൽ, നമ്മുടെ ശരീരത്തിലൂടെ രക്തത്തിലൂടെ ഹറാമ് കലർന്നു കഴിഞ്ഞാൽ, ആ ഹറാമായ രക്തത്തിൽ നിന്നും നമുക്ക് മക്കളുണ്ടായാൽ സുബ്ഹാനല്ലാഹ്, പിന്നത്തെ ഗതി വല്ലാത്തത് തന്നെ. കാരണം എന്താണ്? പിന്നെ ആ മക്കൾ എങ്ങനെയാ പറഞ്ഞാൽ അനുസരിക്കുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹറാമ് വന്ന് അല്ലാതെ നമ്മൾ സൂക്ഷിക്കണം. മഹാനായിരിക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നുന്ന കാര്യമാണ്. അവരൊക്കെ എത്രമാത്രമാണ് ഹറാമിനെ സൂക്ഷിച്ചിരുന്നത്, അതുപോലെ തന്നെയാണ് മഹാനായിരിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ ജീവചരിത്രം എടുത്തുമ്പോൾ മഹാനായിരിക്കുന്ന അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പുഴയിലൂടെ വന്നതായ, അരുവിയിലൂടെ വന്നതായ ഒരു പഴം വിശപ്പിന്റെ കാഠിന്യത്താൽ ഭക്ഷിച്ചു പോയതിന്റെ പേരിൽ എത്രയോ ദൂരം നടന്നതായ മഹാനായിരിക്കുന്ന അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? എന്നും സുബ്ഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയ്ക്കാതെ തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവിടെ നിന്ന് പറയുന്നത്, എന്റെ തൊട്ടപ്പുറത്തുള്ളതായ പറമ്പിൽ പഴം കായ്ക്കുന്ന മരമുണ്ട്, ഞാനും പട്ടിണിയിലാണ്. എന്റെ തൊട്ടപ്പുറത്തുള്ളതായ പറമ്പിൽ നിന്നും ഒരു പഴത്തിന്റെ കൊമ്പ് എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ആ മരത്തിനാണെങ്കിൽ ധാരാളം പഴവുമുണ്ട്. എന്നും രാവിലെയാകുമ്പോൾ ഞാൻ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ിരിക്കാതെ ഞാൻ ചെന്നുകൊണ്ട് എന്റെ വീട്ടിൽ നിന്നുള്ളതായ, എന്റെ വീടിന്റെ ഉമ്മറത്ത് വീണ് കിടക്കുന്ന പഴങ്ങളെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് ഞാൻ വലിച്ചെറിയാറുണ്ട്. ഒരു ദിവസം ഞാൻ ദുആക്കിരുന്ന് നേരം വൈകിയപ്പോൾ എന്റെ ചെറിയ കുഞ്ഞുമോനെടുത്ത് അതിൽ നിന്നൊരു ഒരു പഴമങ്ങ് ഭക്ഷിച്ചു പോയിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോഴാണ് എന്റെ കുഞ്ഞുമോന് വളരെ സന്തോഷത്തിലായി. അവിടുന്ന് എന്റെ പൊന്നുമോന് എന്നോട് വല്ലാത്ത സന്തോഷം തോന്നിയിട്ട്, കാരണം വിശപ്പിന്റെ കാഠിന്യത്താൽ എന്റെ പൊന്നുമോൻ അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പഴമെടുത്ത് ഭക്ഷിച്ചു. ഞാൻ എന്റെ പൊന്നുമോനെ എടുത്തുകൊണ്ട് എന്റെ കൈകൾ, എന്റെ വിരലുകൾ ആ പൊന്നുമോന്റെ തൊണ്ടയിലേക്ക് ഇറക്കിയിട്ട് അവന്റെ തൊണ്ടയിൽ നിന്നും ആ പഴമങ്ങെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പൊന്നുമോനോട് പറഞ്ഞു, മോനെ നീ ഈ പഴം ഇങ്ങ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ
കോടതിയിൽ ഇതിന്റെ പേരിൽ ഞാൻ നരകത്തിലേക്ക് പോവേണ്ടി വരുമെന്ന് പൊന്നുമോനോട് പറഞ്ഞതായ അത്രത്തോളം വിശപ്പിന്റെ കാഠിന്യം ഉണ്ടായിട്ട് വിശപ്പിന്റെ കാഠിന്യത്താൽ തന്റെ മുറ്റത്തേക്ക് വീണതായ പഴങ്ങളെടുത്ത് പോയതിന്റെ പേരില് ഖേദിച്ചു പോയതായ മഹാനായിരിക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു വിശപ്പിന്റെ കാഠിന്യത്താൽ ഒഴുകി വന്നതായ പഴമെടുത്ത് ഭക്ഷിച്ചു പോയതിന്റെ പേരില് ആ പഴത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്തിയിട്ട് പൊരുത്തപ്പെടാൻ ആവശ്യപ്പെട്ടതായ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ സാലിഹ് എന്ന് പറയുന്ന ആ മനുഷ്യൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കണം. നാം ഓരോരുത്തരും നമുക്ക് മുൻകഴിഞ്ഞതായ ആളുകളുടെ ജീവചരിത്രമെടുത്ത് അവരൊക്കെ എത്രമാത്രം ഹറാമിനെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മളൊക്കെ സംഭാവന ചെയ്യുമ്പോൾ, സ്വതക്കകൾ കൊടുക്കുമ്പോൾ അതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണ് എന്ന ഒരു ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. കാരണം അല്ലാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് നൽകുന്നു. ഒരുപാട് മാർഗങ്ങൾ പടച്ച തമ്പുരാൻ കാണിച്ചു തരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അത് ഹലാലായ മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് സമ്പത്തിനെ കുറിച്ച് പടച്ച തമ്പുരാൻ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോ മഹ്ശറിൽ വെച്ചുകൊണ്ട് ലാ تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفنى എന്ന് തുടങ്ങുന്ന ഹദീസിൽ കാണാം അവിടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്നത്. وعن ماله من أين اكتسبه وفيما أنفقه. രണ്ട് കാര്യമാണ് സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മിൻ ഐന ഇക്തസബ, നീ അതിനെ എവിടെ നിന്നാണ് അതിനെ സമ്പാദിച്ചത്. വഫീമാ അൻഫഖ, നീ എന്തൊന്നിലാണ് അതിനെ വിനിയോഗിച്ചത്. ഈ രണ്ട് ചോദ്യമാണ് സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്നത്. അതിനൊക്കെ മറുപടി പറയാതെ രണ്ട് കാലുകൾ അനക്കാൻ നാളെ മഹ്ശറാവൻ സഭയിൽ സാധിക്കുകയില്ലെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹറാമ് വരുന്നതിനെ വല്ലാണ്ട് സൂക്ഷിക്കൽ ആവശ്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഹറാമാണോ നമ്മൾ ഭക്ഷിക്കുന്നത്, പിന്നെ നമ്മളെത്ര ഇബാദത്ത് ചെയ്യാനില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അതും നമുക്ക് മാതൃകയാണ്. നമ്മുടെ നേതാവായിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും എല്ലാം ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അതെല്ലാം നമ്മൾ വലകളിലൂടെ കേട്ടതാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം ജീവിതത്തിൽ കറാഹത്ത് വന്നു പോകുന്നു എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്തതായ മഹാനായിരിക്കുന്ന മനുഷ്യൻ ഹറാമ് വന്നു പോകുമോ എന്ന് കരുതിയിട്ട് മരക്കച്ചവടത്തിന്റെ കാര്യത്തിൽ കച്ചവടം തുടങ്ങിയിട്ട് അതിന്റെ ഹറാമ് അയിബും കാര്യങ്ങളും എല്ലാം കൊണ്ട് വളരെയധികം സൂക്ഷ്മത പാലിച്ചൊരു മനുഷ്യൻ ജീവിതത്തെ ഹലാല് മാത്രം ഭക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെ വിവാഹത്തിനൊക്കെ ക്ഷണിക്കുന്ന ആളുകളോട് ഹലാലായ ഭക്ഷണം തരികയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞ് അത്രത്തോളം സൂക്ഷിച്ചതായ മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് മാതൃകയാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം നമ്മൾ കണ്ടറിഞ്ഞ് പഠിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഹറാമ് വരുന്നത് വളരെയധികം നമ്മൾ സൂക്ഷിച്ചു കൊണ്ടേയിരിക്കണം. സൂക്ഷിക്കൽ അനിവാര്യമാണ്. ഹറാമ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. കാരണം അത്വഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത് വെറും ബാഹ്യമായ ശുദ്ധിയല്ല, ശുദ്ധി ഈമാന്റെ ഭാഗമാണെന്നുള്ള ഹദീസ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ കരുതും, എന്റെ മകനിക്ക് നല്ല ശുദ്ധിയുണ്ട്, അവൻ നല്ല ക്ലീൻ ഷേവാക്കിയ താടി ക്ലീൻ ഷേവാക്കിയിട്ടുണ്ട്, നല്ല ജീൻസ് പാന്റ് ധരിച്ചിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവനെ കാണുമ്പോ നല്ല സുന്ദരനാണ്, നല്ല വൃത്തിയുള്ളവനാണ്, നല്ല ശുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോനിക്ക് ഈമാന് പകുതി കിട്ടി, ഈമാന്റെ ഒരു ഭാഗം കിട്ടി, എന്റെ മകൻ സ്വർഗത്തിലാണ് എന്ന് ചില ഉപ്പമാര് തെറ്റിദ്ധരിക്കാറുണ്ട്. ശുദ്ധി ഈമാനിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ
ആകെ നല്ല ഇൻസൈഡൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഉഷാറായിട്ടുള്ള ജീൻസും അതുപോലെ തന്നെ ഷർട്ടും ധരിച്ച് ഉഷാറായിട്ടുണ്ട്, താടിയൊക്കെ ക്ലീനാക്കിയിട്ടുണ്ട്, ക്ലീൻ ഷേവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ തന്നെയാണ് നല്ല ഈമാൻ, പകുതി ഈമാൻ എന്റെ പൊന്നുമോന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ സ്വർഗത്തിലാണ്, മക്കൾ സ്വർഗത്തിലായ പിന്നെ വാപ്പയും സ്വർഗത്തിലാണ് എന്ന് ചില ഉപ്പമാർക്കൊക്കെ തോന്നുന്നുണ്ടാകാം. എന്നാൽ ഇത് ബാഹ്യമായ ശുദ്ധി മാത്രമല്ല ഈ പറഞ്ഞത്, ആന്തരികമായ ശുദ്ധിയാണ്, രക്തത്തിന്റെ ശുദ്ധിയാണ്, ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. അതാണ് ശുദ്ധി, ഈമാന്റെ പകുതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യമെല്ലാം, ഈ ഹറാം ഹലാലിന്റെ കാര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുപോവാൻ സാധ്യതയുള്ളതാണ്, വന്നുപോവാൻ സാധ്യതയുള്ളതാണ്. ഹറാമ് വന്നു ചേരുക, പ്രത്യേകിച്ച് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ, അതൊക്കെ വളരെയധികം, പലിശ വാങ്ങുന്നവര്, കൊടുക്കുന്നവര്, അത് എഴുതുന്നവര്, സാക്ഷികളോ ഒക്കെ എല്ലാവരെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതുമായി ഒക്കെ ഇടപെടുമ്പോൾ പലിശ വരുമോ, അതല്ല ഇത് ഹറാമാണോ ഹലാലാണോ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടെ നാം നമ്മുടെ ജീവിതം, ഇനിയുള്ള ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറാവണം എന്നുണർത്തുകയാണ്. മാസം കഴിയുന്നതോടുകൂടെ, വിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി കൊണ്ട് അള്ളാഹുവിന് ഇനിയുള്ള കാലം വഴിപ്പെടാനുള്ള ഒരു ചിന്തയോടുകൂടെ, ഒരു മനസ്സോടുകൂടെ ആയിരിക്കണം വിശുദ്ധ റമളാൻ അവസാനിക്കുമ്പോൾ തയ്യാറാവേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടത് എന്നുണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.